ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവശക്തി ഡെലിവറൻസ് കൊണ്ടുവരുന്നു. ദ പവർ ഓഫ് ഗാഡ് ബ്രിങ്സ് ഡെലിവറൻസ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അഭിഷേകാഗ്നി ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് അനേകം കുഞ്ഞുമക്കൾ ആ സമയമാകുമ്പോൾ മാതാപിതാക്കന്മാരൊക്കെ തട്ടി വിളിച്ച് കൈക്കുഞ്ഞുങ്ങളും തീരെ ചെറിയ ശിശുക്കൾ കുട്ടികളെല്ലാം ആ മാതാപിതാക്കന്മാരൊക്കെ വിളിച്ച് ഉണർത്തി കൊണ്ടുവരുന്നതായിട്ട് പല ഫാമിലീസും വന്ന് പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അഭിഷേകാഗ്നി സമയത്ത് ചെറിയ കൈക്കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവരും രോഗികളുമായ എല്ലാ തരത്തിലുള്ള ആളുകളുടെ മേൽ ദൈവം ഒരു പ്രത്യേക വിധത്തിൽ കൃപയും അനുഗ്രഹങ്ങളും വർഷിക്കുന്നുണ്ട്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അനേകം യുവതീവാക്കന്മാർ ഈ ശുശ്രൂഷയുടെ സമയത്ത് അനുഗ്രഹം പ്രാപിക്കുകയാണ്. വിദ്യാർത്ഥിനികൾ അനേക രാജ്യങ്ങളിലിരുന്ന് ഇത് ശ്രവിക്കുന്നുണ്ട്. അവർ ഓരോ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ പറയാറുണ്ട്, അച്ഛൻ ഞങ്ങളെ കൊണ്ട് പരിഗണിക്കണം, അറ്റ്ലീസ്റ്റ് ആ ദൈവവചന ഗ്രന്ഥത്തിൻ്റെ പേരെങ്കിലും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് എഴുതിയെടുത്തിട്ട് പിന്നെ ബൈബിൾ നോക്കി മനസ്സിലാക്കിക്കൊള്ളാം. നോർത്ത് ഇന്ത്യയിലെ അനേക സ്റ്റേറ്റുകളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ അനേക ഇടങ്ങളിൽ നിന്ന് ദൈവമക്കൾ അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ ഈ അഭിഷേകാഗ്നി എപ്പിസോഡിൻ്റെ കൂടെ മലയാളത്തിൻ്റെ കൂടെ കുറച്ച് ഇംഗ്ലീഷൊക്കെ വരികയാണെങ്കിലും പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, സ്നേഹമുള്ള അപ്പച്ചന്മാരെ, നിങ്ങളതൊരു സന്തോഷമായിട്ട് എടുക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് അതിൻ്റെ കൂടെ ഇംഗ്ലീഷൊക്കെ പറയണത്. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പവർ ഓഫ് ഗാഡ് ബ്രിങ്സ് ഡെലിവറൻസ്. അതിനെക്കുറിച്ചുള്ള വചനം നമ്മൾ ആദ്യമായി കാണുന്നത് അപ്പോസ്തല പ്രവർത്തനത്തിൽ 19-ാം അധ്യായം 11-12 തിരുലിഖിതങ്ങൾ. പൗലോസിൻ്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അവൻ്റെ ശരീരസ്പർശനമേറ്റ തുവാലകളും അംഗവസ്ത്രങ്ങളും അവർ രോഗികളുടെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ രോഗം അവരെ വിട്ടുമാറുകയും അശുദ്ധാത്മാക്കൾ അവരിൽ നിന്ന് പുറത്തു വരികയും ചെയ്തിരുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. Acts chapter 19 verses 11 and 12. And God did extraordinary miracles by the hands of Paul. So the handkerchiefs or aprons were carried away from his body to the sick, and diseases left them, and the evil spirits came out of them. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ, പൗലോസിന്റെ അംഗവസ്ത്രങ്ങൾ സ്പർശിക്കുന്ന മാത്രയിൽ രോഗങ്ങൾ സുഖപ്പെടുന്നു. അതുപോലെ പിശാച് ബാധിരുന്ന് സാത്താന്യ കൂട്ടങ്ങൾ അലറിക്കൊണ്ട് വിട്ടോടിപ്പോകുന്നു. ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിലും നമ്മുടെ ദൈവമായ കർത്താവ് വചന ശുശ്രൂഷയുടെ കൂടെ നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ എന്തെങ്കിലും തരത്തിൽ തടസ്സങ്ങളിലോ ബുദ്ധിമുട്ടുകൾ ഇരിക്കുകയാണെങ്കിൽ സഭയുടെ ഒരു ശുശ്രൂഷ സ്വീകരിക്കുക, ദൈവവചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുക, ഡെലിവറൻസ് പ്രാർത്ഥനകൾ സ്വീകരിക്കുക, വെഞ്ചരിപ്പ് ശുശ്രൂഷകൾ സ്വീകരിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നാളുകളായി നമ്മൾ എത്ര നോക്കിയിട്ട് നടക്കാത്ത ചില തടസ്സങ്ങൾ, ചില രോഗങ്ങൾ, ചില ദുശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി വേരോടെ പറിച്ചു കളയാൻ തക്ക വിധം ശക്തങ്ങളാണ്. ഒരു വ്യക്തിയുടെ അനുഭവം ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോളി ചാക്കോ. ഞാൻ തെക്കേക്കര സെൻറ്റ് ജോൺസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യപ്പെടുന്നത്. 30 വർഷമായിട്ട് എൻ്റെ ജീവിത പങ്കാളി മദ്യപാനിയായിരുന്നു. 30 വർഷമായി മദ്യപാനത്തിൽ അങ്ങോട്ട് പൂണ്ട് കിടക്കുന്ന ഒരാളായിരുന്നു ജീവിത പങ്കാളി. ഞാൻ എന്നും കർത്താവിനോട് കണ്ണീരോട് പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവെ എൻ്റെ ജീവിത പങ്കാളിയുടെ മദ്യപാനം മാറ്റിത്തരണമെന്ന്. കർത്താവ് അത് കേട്ടില്ല. 2014 ഒക്ടോബറിൽ എൻ്റെ ജീവിത പങ്കാളി ദുബായിൽ ജോലി ചെയ്യുകയാണ്.
കഴിഞ്ഞ വർഷം ദുബായ് വെച്ചുള്ള 5 ദിവസത്തെ ധ്യാനത്തിൽ എൻ്റെ ജീവിത പങ്കാളി പങ്കെടുത്തു. ദുബായിലുള്ള അഭിഷേകാഗ്നിയിൽ ശരിക്കും കൂടാൻ ഈശോ അനുഗ്രഹിച്ചു. 5 ദിവസത്തെ ആ ശുശ്രൂഷ ശരിക്കും അങ്ങോട്ട് കൂടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ജീവിത പങ്കാളി മദ്യം തൊട്ടിട്ടില്ല. കർത്താവ് ഞങ്ങൾക്ക് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 30 വർഷമായ മദ്യപാനമാണ്. ആ വചന ശുശ്രൂഷയുടെ ദിവസങ്ങൾ ഈശോ അങ്ങോട്ട് ഹീലിംഗ് കൊടുത്തു. പിന്നെ ഇന്ന് വരെ മദ്യം തൊടേണ്ട ആവശ്യം വന്നില്ല. നന്നായിട്ട് കൈയടിച്ച് കർത്താവേ നന്ദി, യേശുവേ നന്ദി. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം, എന്റെയും ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, 30 വർഷം സഹനത്തോടും വേദനയോടും കൂടെ കൊണ്ടു നടന്നൊരു ഭാരമാണത്. ഈ ചേച്ചി തന്നെ എത്രയോ കരഞ്ഞ് കണ്ണീരിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ അതിശക്തമായ ഡെലിവറൻസ് പ്രാർത്ഥന, യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ, വെഞ്ചിരിപ്പ് ശുശ്രൂഷകൾ അത് സ്വീകരിച്ചു. ആ ധ്യാനത്തിൽ വെച്ച് പിടിച്ചു കെട്ടിയതുപോലെ മദ്യപാനം അവിടെ നിന്നു. പിന്നെ ഇന്ന് വരെ മദ്യപിക്കാനുള്ള വന്നിട്ടില്ല. അത്ഭുതകരമായൊരു ഡെലിവറൻസ് ആ ശരീരത്തിൽ സംഭവിച്ചു. A mighty deliverance took place there. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നമ്മൾ വിശ്വസിക്കണം. റോമ ലേഖനത്തിൽ 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവ് നമുക്ക് വാഗ്ദാനം തന്നിട്ടുള്ളത് ഇത് തന്നെയല്ലേ? സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. God, the source of our peace, will soon crush down Satan under your feet. Romans chapter 16 verse 20. God, source of our peace, will soon crush down Satan under your feet. Satan will flee before the power of God. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവമായ കർത്താവിൻ്റെ ശക്തിയുടെ മുമ്പിൽ സാത്താന്യ കൂട്ടങ്ങൾ അലറിക്കൊണ്ട് ഓടി പുറത്തേക്ക് വരും. ശരീരങ്ങളിൽ നിന്ന് സാത്താന്യ ശക്തികൾ അലറിക്കൊണ്ട് പുറത്തേക്ക് വരും. അതുപോലെ ഇറ്റ് ഈസ് വെരി പവർഫുൾ. ദ പ്രസൻസ് ഓഫ് ഗാഡ്, ദ പവർ ഓഫ് വേർഡ്, ഇറ്റ് ഈസ് വെരി പവർഫുൾ. സങ്കീർത്തന പുസ്തകത്തിൽ 68-ാം അധ്യായത്തിൽ 1ഉം 2ഉം തിരുലിഖിതങ്ങൾ ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ദൈവമേ, അവിടുന്ന് ഉണർന്ന് എഴുന്നേൽക്കണമേ, അവിടുത്തെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അവിടുത്തെ ദുഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ, കാറ്റിൽ പുകയെന്നതുപോലെ അവരെ തുരത്തണമേ, അഗ്നിയിൽ മെഴുകുരുകുന്നത് പോലെ ദൈവ സാന്നിധ്യത്തിൽ ദുഷ്ടൻ നശിച്ചു പോകട്ടെ. Psalms 68 verses 1 and 2. Let God arise, let his enemies be scattered, let those who hate him flee before him. As smoke is driven away, so drive them away. As wax melts before fire, let the wicked perish before God. As wax melts before fire, let the wicked perish before God. ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം അവിടെ നിറയുമ്പോൾ ശരീരങ്ങളിൽ നിന്ന് ദുഷ്ടശക്തികൾ കൂട്ടത്തോടെ ഇറങ്ങിപ്പോകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ഒരു ചേട്ടൻ്റെ അനുഭവം പറയുകയുണ്ടായി. ഓസ്ട്രേലിയയിൽ നിന്ന് ആ ചേട്ടൻ പറയുകയാണ്, ആ ചേട്ടൻ്റെ ഒരു കസിൻ, ഒരു ബന്ധു 50 വർഷമോ 52 വർഷമായിട്ട് പള്ളി പോവുകയല്ല, പ്രാർത്ഥിക്കുകയല്ല, കുമ്പസാരിക്കുകയല്ല, കുർബാന സ്വീകരിക്കില്ല, ഒരു വിധത്തിലും ആത്മീയ കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റാത്ത വിധം അദ്ദേഹം ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. ഒരു ഈർഷ്യ, ഒരു വെറുപ്പ്, ഒരു തടസ്സം, സാത്താൻ ചങ്ങലകൾ കൊണ്ട് കെട്ടിമുറുക്കിയിരിക്കുന്നത് പോലെയുള്ള ഒരു ജീവിതമായിരുന്നു ആ സഹോദരൻ. ഈ വ്യക്തി ഈ ഒരു അവസ്ഥ അറിഞ്ഞിട്ട് ധ്യാനം കൂടി കുറച്ച് വെഞ്ചിരിച്ച വെള്ളം കൊണ്ടുപോയി ആ വീട്ടിൽ കൊണ്ട് കൊടുത്തു. അവരെ വെഞ്ചിരിച്ച വെള്ളം ഉപയോഗിച്ചു. ആ ശരീരത്തിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന് അന്ധകാരപ്പെടൽ വിട്ടുപോയി. അവരുടെ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സജി മാത്യു, വൈഫിൻ്റെ പേര് ഉഷസ് മാത്യു. 2 മക്കള്. ഞങ്ങൾ ഓസ്ട്രേലിയയിലെ മെൽബണിലാണ്. ഞങ്ങളുടെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ വൈഫിൻ്റെ നാത്തൂൻ്റെ അപ്പച്ചന് ഒരു മാനസാന്തരം ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ്. 52 വർഷമായിട്ട് അപ്പച്ചൻ പള്ളിയിൽ പോവുകയോ
സഭാപരമായ തിരുക്കർമ്മങ്ങളിലൊന്നും പങ്കെടുക്കുകയോ ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. അപ്പച്ചനിപ്പോൾ 82 വയസ്സുണ്ട്. 30 വയസ്സുള്ളപ്പം ഇടവക വികാരിയച്ഛനുമായിട്ടെന്തോ ചെറിയൊരു ഇതിൽ പിന്നെ പള്ളിയിൽ പോകാതെ അങ്ങനെ സഭയോട് ഒരു വിരോധമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. 2013 ജനുവരി 27 ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ 5 ദിവസത്തെ ധ്യാനത്തിൽ സംബന്ധിച്ചായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് വെഞ്ചരിച്ച ആനാമ്പള്ളവും വെഞ്ചരിച്ച എണ്ണയും ലീവ് കുറവായിരുന്നെങ്കിലും ദൈവം അനുഗ്രഹിച്ച് ആ അപ്പച്ചൻ്റെ വീട്ടിൽ പോകാൻ ദൈവം അതിനൊരു ക്രമീകരണം ഒരുക്കി തന്നു. ഞങ്ങളവിടെ പോവുകയും ഈ വെഞ്ചരിച്ച ആനാമ്പള്ളവും എണ്ണയും അപ്പച്ചന് കൊടുക്കുകയും ജപമാലയും കൊടുത്തു അല്ലേ? ജപമാലയും കൊടുത്തു. അതെ, ജപമാലയും കൊടുത്തിരുന്നു. അവിടുത്തെ അമ്മച്ചി അത് അപ്പച്ചനെ നെറ്റിയാൽ തൈലം എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളും പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഫോൺ ചെയ്ത് പറഞ്ഞു, അപ്പച്ചൻ പറഞ്ഞു എനിക്ക് കുമ്പസാരിക്കണം. അതിനുശേഷം അപ്പച്ചൻ കുമ്പസാരിച്ചു, വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഇപ്പോൾ അമ്മച്ചിയോടൊപ്പം എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേറ്റ് ജപമാല എത്തിക്കുന്നു, കുരിശിൻ്റെ വഴി എത്തിക്കുന്നു. അപ്പച്ചന് ഒരു സൈഡ് ഫുള്ള് സ്ട്രോക്ക് വന്ന് തളർന്നിരിക്കുകയാണ്. ഇവിടെ വരണമെന്ന് അപ്പച്ചന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം സ്ട്രോക്ക് 82 വയസ്സായി. ഇത്രയും ദൂരം സഞ്ചരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ കൊണ്ടിട്ടാണ് വരാതിരിക്കുന്നത്. ഇപ്പം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വലിയ മാനസാന്തരം തന്ന ഈശോയ്ക്ക് പ്രത്യേകം സഹോദരങ്ങളെ, 52 വർഷം വരെ പ്രത്യേക പശ്ചാത്തലത്തിൽ പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും പറ്റാത്ത വിധം മനസ്സ് കഠിനമായിരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവിടെ ഒന്ന് ധ്യാനം കൂടി, ഇവരെ കൃപയിൽ അങ്ങോട്ട് നിറഞ്ഞ്, അഭിഷേകത്തിൽ അങ്ങോട്ട് നിറഞ്ഞ്, എന്നിട്ട് വെഞ്ചിരച്ച എണ്ണയും വെള്ളവും അതേപോലെ തന്നെ ഒരു ജപമാലയും കൊണ്ടുപോയി അപ്പച്ചനെ കൊണ്ടുപോയി കൊടുത്തങ്ങോട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അമ്മച്ചിയോട് പറഞ്ഞതൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മച്ചി ശരിയാ കുരിശൊക്കെ തൊട്ടങ്ങോട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരൻ ഒരാഴ്ച കഴിഞ്ഞില്ല, അപ്പച്ചനെ പൊട്ടുന്നതിനെ കുമ്പസാരിക്കണമെന്ന് തോന്നുകയാണ്, പള്ളിയിൽ പോകണം തോന്നുകയാണ്. എന്നിട്ട് ഇപ്പൊ വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലാക്കി പ്രവചനത്തിൽ 4-ാം അധ്യായം 3-ാം തിരുലിഖിതം, ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിങ്ങൾ ദുഷ്ടന്മാരെ ചവിട്ടി മതിക്കും, അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായി മാറും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിങ്ങൾ ദുഷ്ടന്മാരെ ചവിട്ടി വിളിക്കും. ബുക്ക് ഓഫ് മലാക്കി ചാപ്റ്റർ 4 വേഴ്സ് 3. ആൻഡ് യു ഷാൽ ട്രക്ക് ഡൗൺ ദ വിക്കഡ്, ഫോർ ദേ വിൽ ബി ആഷസ് അണ്ടർ ദ സോൾസ് ഓഫ് യുവർ ഫീറ്റ് ഓൺ ദ ഡേ വെൻ ഐ ആക്ട്, സെയ്സ് ദ ലോർഡ് ഓഫ് ഹോസ്റ്റ്സ്. പ്രൈസ് ദ ലോർഡ്. Praise the Lord. There shall be ashes under the soles of your feet, says the Lord of hosts. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം നിങ്ങൾ ദുഷ്ടന്മാരെ ചവിട്ടി മതിക്കും, അവർ നിങ്ങളുടെ കാൽ കീഴിൽ ചാരം പോലെയായി മാറും. ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിനു മുമ്പിൽ മനസ്സ് തളർന്നിരിക്കരുത്. കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഡെലിവറൻസ് പവർ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ മാമോദിസ സ്വീകരിച്ചവരാണെങ്കിൽ ആ മാമോദിസയുടെ അധികാരത്തിൽ, വിശ്വാസത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി തിന്മയെ ബന്ധിക്കണം, അല്ലെങ്കിൽ ഒരു വൈദികനെ കൊണ്ട് വെഞ്ചരിപ്പിക്കണം, അല്ലെങ്കിൽ വെഞ്ചരിച്ചുള്ള വസ്തുക്കൾ ഉപയോഗിക്കണം. നമ്മളങ്ങനെ മനപ്രയാസത്തിലും നിരാശയിലും ആത്മഹത്യ ചിന്തയിലും പരാജയത്തിലും കണ്ണുനീരിലും തകർന്നിരിക്കരുത്. നമ്മുടെ കുട്ടികൾ പഠിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട്, എന്തെങ്കിലും പ്രയാസമൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ ആ കുട്ടികളെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിക്കണം. അവരുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ. അവർക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ നല്ല വിധത്തിൽ പെരുമാറാൻ, അല്ലെങ്കിൽ പള്ളിയിൽ പോകാൻ തടസ്സമായി നിൽക്കുന്ന ചില പീഡകളുണ്ട്. ആ പീഡകളുടെ പേരാണ് ദുർപീഡകൾ, അന്ധകാര ശക്തിയുടെ ശല്യങ്ങൾ, ചില ഉപദ്രവങ്ങൾ. ആ ഉപദ്രവങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പോകുന്നില്ലെങ്കിൽ ഒരു സഭയുടെ പ്രാർത്ഥന അവർക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കണം. ഒരു അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം, ഒരു ശുശ്രൂഷ അവരെ കൊണ്ടുപോകണം, ഒരു വെഞ്ചിരിപ്പ് അവർക്ക് മേടിച്ചു കൊടുക്കണം. അങ്ങനെ വെഞ്ചിരിപ്പും പ്രാർത്ഥനകളൊക്കെ സ്വീകരിച്ച് അവരിൽ നിന്ന് ആ തടസ്സങ്ങൾ മാറും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ കിണറിലോ നമ്മുടെ കൃഷിയിടത്തോ ഒരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ കണ്ണൂരിൽ നിന്ന് ചെത്തിപ്പുഴ ഒരു സാക്ഷ്യം പറയാൻ, അല്ലെങ്കിൽ കണ്ണൂരിൽ വെച്ച് ധ്യാനത്തിലുണ്ടായ അനുഭവം ചെത്തിപ്പുഴ കുറച്ച് സാക്ഷ്യം പറഞ്ഞു. ആ കുടുംബത്തിന്, ആ കുട്ടിയുടെ, അവർ രണ്ടുപേരുടെ ഒരു വലിയ ദുഃഖമായിരുന്നു. മകന് പഠിക്കാൻ പറ്റുന്നില്ല. അതുപോലെ അവരുടെ കിണറിൽ ഒരു പ്രശ്നം ഉണ്ടായി. എന്തു ചെയ്തിട്ട് ആ പ്രശ്നം മാറുന്നില്ല.
ഈ രണ്ട് ദുഃഖങ്ങളോടെ ആ പാരൻസ്, ആ കുടുംബങ്ങൾ എന്ത് ചെയ്തു? അവർ വചനം കേട്ട് എങ്ങനെ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചു നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ കുറിച്ചി സെൻറ്റ് സേവിയർ ചർച്ച് ഇടവാംഗമാണ്. എവിടെയാ? കുറിച്ചി. അതായത് ഇത് ഇവിടെ കേരളത്തിൽ ഇവിടെ ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരിയിലുള്ള കുറിച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തെ ഒരു അംഗമാണ്. ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ദൈവം തന്ന 2 അനുഗ്രഹങ്ങളെ കുറിച്ച് പറയാനാണ്. ആ, എൻ്റെ ഭാര്യയ്ക്ക് കണ്ണൂർ ഹെൽത്ത് നേഴ്സായിട്ട് ജോലിയാണ്. കണ്ണൂർ അല്ലേ? കണ്ണൂർ. അപ്പോൾ ഞാൻ മക്കളും പുള്ളിക്കാരും അവിടെയാണ് താമസിക്കുന്നത്. അപ്പം 10ാം ക്ലാസ് കഴിഞ്ഞ വർഷം പഠിക്കുന്ന സമയത്ത് അവർ പഠിത്തത്തിൽ ശലം പുറകോട്ടായതുകൊണ്ട് ഈ കക്ഷിച്ച് പാസ്സാകുന്നവരുടെ ഒരു മീറ്റിംഗ് വിളിച്ചപ്പോൾ എൻ്റെ ഭാര്യ അതിൽ പോകേണ്ട വന്നു. അപ്പോൾ അവൾക്കൊരു വിഷമം ഉണ്ടായി. എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ്. അപ്പം അച്ഛൻ്റെ കണ്ണൂർ രൂപതയുടെ നമ്മുടെ ബഹുമാനപ്പെട്ട അലക്സ് വടക്കന്തല പിതാവിൻ്റെ നേതൃത്വത്തിൽ സേവരച്ഛൻ്റെ ധ്യാനം കണ്ണൂർ പിലാത്തറ വെച്ച് നടക്കുന്നുണ്ട്. വരുവാണ്, നമുക്കത് മോനെ കൂടി പങ്കെടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി അവനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പരീക്ഷ കഴിഞ്ഞപ്പോൾ അവന് 82% മാർക്കും അവൻ ആഗ്രഹിച്ച വിഷയം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ കിട്ടുകയും ചെയ്തു. അവൻ നല്ല റിസൾട്ട് കൊടുത്ത് കർത്താവ് അങ്ങോട്ട് അനുഗ്രഹിച്ച്, നല്ല റിസൾട്ട് കൊടുത്ത് കർത്താവ് അങ്ങോട്ട് അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ ഭാര്യ വീട്ടിലെ ഒരു കിണറ്റിലെ വെള്ളത്തിനെ കുറിച്ചാണ് പറയാനുള്ളത്. അത് ഒന്ന് ക്ലിയർ ആയിട്ട് പറ, എന്താണ്ടായത്? ഭാര്യ വീട്ടില് അത് 48 അടി താഴ്ചയുള്ള കിണർ, കുന്നംപുറത്താണ് വീട്. 48 അടി താഴ്ചയുള്ള ഒരു കിണർ. അത് വളരെ ശ്രമകരമായ പൈസയെല്ലാം മുടക്കിയാണ് അത് കിണർ കുഴിച്ചത്. ഒരു 2 മാസം വരെ നല്ല വെള്ളം ഞങ്ങൾക്ക് കിട്ടി. അതിനുശേഷം വെള്ളത്തിന് പുളിപ്പായി. വെള്ളം പുളിച്ച വെള്ളമാണ്, പുളിച്ച് കലങ്ങി തകട്ടി കിടക്കുന്ന വെള്ളം. പുളിപ്പായിട്ട് അത് നല്ല വെള്ളം അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച് ഞങ്ങൾ ഉപയോഗിക്കും. അടുത്ത വീടുകളിൽ പോയിട്ടാണ് പിന്നെ വെള്ളം കൊണ്ടുവന്നത്. നല്ല വെള്ളം വെച്ച് ഉപയോഗിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം ഈ ധ്യാനത്തിന് എൻ്റെ ഭാര്യ പറഞ്ഞ് നമുക്ക് അച്ഛനെ കൊണ്ട് ഒന്ന് വെഞ്ചരിപ്പിച്ച് വെള്ളം കൊണ്ട് നമുക്ക് അവിടെ കൊണ്ട് ഒഴിക്കാം അങ്ങേറ്റി. അപ്പം നമുക്ക് ദൈവം അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ അപ്രകാരം അന്ന് തന്നെ ആ ധ്യാനം തീരുന്ന ദിവസം വെള്ളം വെഞ്ചരിച്ചത് കൊണ്ടുവന്ന് ഞങ്ങൾ കിണറ്റിൽ ഒഴിച്ച് പ്രാർത്ഥിച്ച് 7 വർഷമായിട്ടുണ്ടായിരുന്ന ആ പുളിപ്പ് ഒരു ഒഴിച്ചതിന് 4 ദിവസം കഴിഞ്ഞപ്പം അമ്മ ഇങ്ങനെ വെയിലത്ത് നിന്ന് തുണി അലക്കുമായിരുന്നു. അപ്പം പരവേശം എടുത്തിട്ട് ഓടി വന്ന് കുടിച്ചപ്പം വെള്ളം മാറിപ്പോയാൽ കുടിച്ചത്. അപ്പം അത് ഈ ഈ പെട്രോൾ ആവശ്യത്തിന് വെച്ച വെള്ളം, പുളിപ്പുള്ള വെള്ളമാണ് കൊടുത്ത് കുടിച്ചത്. പക്ഷേ അത് പുളിപ്പില്ലായിരുന്നു. അപ്പോൾ അമ്മ പിന്നീട് ആലോചിച്ച് അത് മറ്റേ ഇവിടുത്തെ വെള്ളമാണല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാം പരിശോധിച്ച് അമ്മ ആദ്യം വിചാരിച്ചു നല്ല വെള്ളമാണ്, പക്ഷെ പിന്നെ ഓർത്തത് ഇത് ഈ കിണറ്റിൽ നിന്ന് കോരിയ വെള്ളമാണല്ലോ എന്ന് ഓർത്തത്. അപ്പോൾ ഞങ്ങളും കുടിച്ചു നോക്കിയപ്പോൾ അതിന് പുളിപ്പില്ല. സണ്ണിച്ചാ ഓടി പോയോ അതേ വെള്ളം ശരിയായി എന്ന് പറഞ്ഞത്. അപ്പൊ ഇവര് ഒഴിച്ചെങ്കിലും പ്രതീക്ഷിച്ചില്ല നേരെയാവും എന്നുള്ളത്. ഇപ്പൊ ആ വെള്ളത്തിന് ഒരു കുഴപ്പവും ഇല്ല. 7 വർഷമായിട്ട് പുളിപ്പായിരുന്നു ആ വെള്ളത്തിന്. 7 വർഷമായി ഉണ്ടായിരുന്ന ആ ഒരു ഇങ്ങനെ പുളിച്ച് ഇങ്ങനെ കടന്നിരുന്ന വെള്ളം അതങ്ങോട്ട് നേരെയായി. ആ വെഞ്ചിരിച്ച വെള്ളം ഒഴിച്ച് വരുവിന് പിറ്റേ ദിവസം നോക്കിയില്ലേ, വരുവിന് അതങ്ങനെ വിട്ടു. പക്ഷേ 4 ദിവസം കഴിഞ്ഞ് അലക്കാൻ വേണ്ടി വെള്ളം അലക്കാനല്ല എന്താ അതിന് അലക്കിക്കൊണ്ടിരുന്ന സമയത്ത് ലേശം എങ്ങനെയാ തെറിച്ച് വായു വീണതാണ്. അപ്പോഴാണ് മനസ്സിലായത് വെള്ളം നേരെയായി. അപ്പം ഇത്രയും അനുഗ്രഹിച്ച ദൈവത്തിന് കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, അതൊരു വലിയ സംഭവമല്ലേ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് സന്തോഷമുണ്ടോ? ഇന്ന് നല്ല ഉഷാറായിട്ട് കൈ ഉയർത്തി ശക്തിയോടെ കൈയടിച്ചേ. ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവു നീ. ആരിലും ആരാധ്യൻ നീ, രാജാതിരാജാവു നീ. പാടി പുകട്ടിടും ഞാൻ എല്ലാ നാളും നിൻ സ്തുതികൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരുടെ ജീവിതത്തിൽ വർഷങ്ങളായി അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ബുദ്ധിമുട്ട്, അവരുടെ കുടുംബത്തിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം, ഇത് രണ്ടും അവരെ തളർത്തി. പക്ഷെ അവർ വിശ്വാസത്തിൻ്റെ ആ കൃപ ഉപയോഗിച്ച് യേശു നൽകിയ വാഗ്ദാനങ്ങൾ അവർ വിശ്വസിച്ച് സഭയുടെ ശുശ്രൂഷകൾ നമുക്ക് പങ്കുചേരാം, ഒരു വെഞ്ചിരിപ്പ് നമുക്ക് സ്വീകരിക്കാം. അവർ വിശ്വാസത്തോടെ ആ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് ആത്മാർത്ഥമായി അതിലൂടെ പങ്കുചേർന്നു. അവരെങ്ങനെ വിശ്വസിച്ചു അതുപോലെ അവരുടെ കുടുംബത്തിൽ സംഭവിച്ചു. യേശു നൽകിയ ഈ അധികാരവും യേശു നൽകിയിട്ടുള്ള ഈ വലിയ വാഗ്ദത്തവും മക്കളെ നിങ്ങൾ വിശ്വസിക്കുന്നുവോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ലൂക്ക് chapter 10 verse 19, behold, I have given you the authority to trample over snakes, scorpion
and all the powers of the enemy. Nothing will harm you. Praise the Lord. Praise the Lord. Hallelujah. 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 My dear children, we have to believe it because our Lord Jesus gave this promise to us. This is a promise from our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു നമുക്ക് നൽകിയിരിക്കുന്ന അത്ഭുതകരമായ ഒരു അധികാരം. It is a power. It is a power over devil. It is a power over satanic powers. Hallelujah. 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 അന്ധകാര ശക്തികളുടെ മേൽ കർത്താവ് അധികാരം തന്നിട്ടുള്ളൊരു സമൂഹമാണ് വിശ്വാസികളുടെ സമൂഹം. ആ തിരുസഭയുടെ ശുശ്രൂഷകൾ നാം നമ്മുടെ കുടുംബങ്ങളിൽ തകർന്നിരിക്കരുത്, വിഷമിച്ചിരിക്കരുത്. എന്തെങ്കിലും കണ്ടാൽ ഒരു പ്രാർത്ഥന സ്വീകരിക്കണം. അതിന് തക്കവണ്ണം ഒരു തുറവിയും വിശ്വാസവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നൽകട്ടെ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കഠിനമായ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ എഴുന്നള്ളി വരണമേ. ഒരുപാട് വർഷങ്ങളായി മദ്യപിക്കുന്നവർ, ഒരുപാട് വർഷങ്ങളായി കഠിനമായ വൈരാഗ്യത്തിൽ വെറുപ്പിലിരിക്കുന്നവർ, ഒരുപാട് വർഷങ്ങളായി പള്ളി പോകാത്തവർ, ഒരുപാട് വർഷങ്ങളായി പ്രാർത്ഥിക്കാത്തവർ, ഒരുപാട് വർഷങ്ങളായി പലതരത്തിലുള്ള കേസുകൾ ചെയ്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നവർ, എന്ത് ചെയ്താലും വിശ്വസിക്കാൻ പറ്റാത്തവർ, എത്ര പഠിച്ചാലും തലേ കയറാത്തവർ, ദുർസ്വഭാവങ്ങൾക്ക് അടിമകളായവർ, വ്യഭിചാരത്തിന് അടിമപ്പെട്ടവർ, കഞ്ചാവിനും ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർ, പലതരത്തിലുള്ള യുക്തിവാദത്തിന് അടിമപ്പെട്ടിരിക്കുന്നവർ, ദൈവത്തോട് മത്സരത്തിലിരിക്കുന്നവർ, കഠിന ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നവർ, സ്വയംഭോഗത്തിനും സ്വർഗഭോഗത്തിനും വ്യഭിചാരത്തിനും പലതരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾക്കും അടിമപ്പെട്ട് കിടക്കുന്നവർ, കർത്താവേ, ഒരു 100,000 വിധത്തിൽ സങ്കടം അനുഭവിക്കുന്നവർ, വേദനിക്കുന്നവർ, തകർന്നിരിക്കുന്നവർ, സർവ്വ മക്കളുടെ മേലും ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ അത്ഭുതകരമായ ശക്തി വ്യാപരിക്കേണ്ട വരുത്തണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ തിരുലിഖിതങ്ങൾ 72 പേര് സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. യേശു പറഞ്ഞു, സാത്താൻ ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് നിപതിക്കുന്നത് ഞാൻ കണ്ടു. ആ അത്ഭുതങ്ങൾ ഇപ്പോൾ ഇവിടെ നടക്കട്ടെ കർത്താവേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഓ മഹത്വത്തിന്റെ രാജാവേ, അങ്ങയുടെ അത്ഭുതമായ നാമത്തിൽ മക്കളെ ആശീർവദിക്കുന്നു, ഈ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങളെ ആശീർവദിക്കുന്നു, ഇവരുടെ കുടുംബാംഗങ്ങളെ ആശീർവദിക്കുന്നു. കലകത്തിന്റെ ചിഹ്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാമ്പത്യ പരാജയമുള്ള കുടുംബങ്ങളിൽ നിന്ന് പരാജയ ശക്തി വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ കഴിയാത്ത കുടുംബങ്ങൾ, സ്നേഹിക്കാൻ പറ്റാത്തവര്, ക്ഷമിക്കാൻ പറ്റാത്തവർ, യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പ്രാർത്ഥന നഷ്ടപ്പെട്ടവര്, വിശ്വാസം നഷ്ടപ്പെട്ടവര്, വിശ്വസിക്കാൻ പറ്റാത്തവര്, വചനം കേൾക്കാൻ പറ്റാത്തവര്, പൈശാചികപ്പെട്ടുള്ളവര്, കൂടോത്രങ്ങൾ അടിമപ്പെട്ടിരിക്കുന്നവര്, മന്ത്രവാദത്തിൽ ബന്ധിക്കപ്പെട്ടവര്, യേശുനാമത്തിൽ ഈ രാത്രി വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ മഹത്വത്തിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, യേശുനാമത്തിന്റെ ശക്തി ഓരോ കുടുംബങ്ങളിലേക്ക് പ്രാർത്ഥിക്കുന്നു, ഓരോ കുട്ടികളിലേക്ക് പ്രാർത്ഥിക്കുന്നു, ഓരോ യുവാവിന്റെ മേൽ യുവതിയുടെ മേൽ പ്രാർത്ഥിക്കുന്നു. ഇവരെ ബന്ധിച്ചിരിക്കുന്ന ശക്തികൾ, സാത്താന്റെ ശക്തികൾ യേശുനാമത്തിൽ ചിഹ്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾ ആശീർവദിക്കുന്നു, തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വിടുതൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. നിരാശയുടെ കെട്ടുകൾ അഴിക്കുന്ന കർത്താവേ, ആത്മഹത്യയുടെ കെട്ടുകൾ അഴിക്കുന്ന കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാനസിക രോഗങ്ങളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. യേശുവേ, 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 യേശുവേ. കർത്താവേ, കുടുംബങ്ങളിൽ വളർത്തുമൃഗങ്ങളുടെ ശല്യങ്ങൾ, കൃഷിനാശങ്ങൾ, പലതരത്തിലുള്ള കോമ്പൗണ്ട് സംബന്ധമായ മണ്ണ് സംബന്ധമായ പ്രോബ്ലം യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അങ്ങയുടെ നാമത്തിൽ ഈ കുടുംബങ്ങൾ ഏതെങ്കിലും കുടുംബങ്ങളിൽ ഭയം, പേടി, രാത്രി കാര്യങ്ങൾ, ബുദ്ധിമുട്ടുകൾ അലട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, അങ്ങ് തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഓരോ മകനെയും ഓരോ മകളെയും ആശീർവദിക്കുന്നു. ഇവരുടെ ദുർബുദ്ധി, ദുർചിന്തകൾ, വികടചിന്തകൾ, ഇവരെ പീഡിപ്പിക്കുന്ന ശാരീരികമായ തളർച്ചകൾ, മാരക രോഗങ്ങൾ, മഹാരോഗങ്ങൾ, അപകടങ്ങൾ, ദുരന്തങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. അത്ഭുതമായ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഓരോ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഈ
പ്രാർത്ഥനകളെല്ലാം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി തന്നെ ഓരോ അത്ഭുതങ്ങളായി രൂപാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന. പിതാവേ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥനകളെല്ലാം തിരുസന്നിധാനത്തിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ തിരുനാമം മഹത്വപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനം 16 അധ്യായം 20 തിരുലിഖിതം. സമാധാനത്തിന് ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. God, source of our peace, will soon crush down Satan under your feet. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എത്രയും ബഹുമാനത്തോടെ മുട്ടിന്മേൽ നിന്ന് നമുക്ക് കർത്താവിൻ്റെ ബ്ലെസ്സിങ് നമുക്ക് സ്വീകരിക്കാം. ഈ സമയം കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് അത്ഭുതമായ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. ഓരോരുത്തരെ കണ്ണുനീര് ദുഃഖങ്ങളും പറഞ്ഞുകൊള്ളുക. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.